നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദ റിയൽ കേരള സ്റ്റോറി. സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ ഈ തലക്കെട്ടോടുകൂടി പ്രചരിക്കുന്ന രണ്ട് ചിത്രമുണ്ട്. ഒന്ന്, സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കൊടാമ്പുഴ സ്വദേശിയായ അബ്ദുൾ റഹീം, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ചിത്രവും. എന്തുകൊണ്ടെന്നാൽ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായിട്ടുള്ള ദയാധന സമാഹരണം ഇക്കഴിഞ്ഞ 3 ദിവസമായി വലിയ തോതിൽ നടക്കുകയാണ്. സോഷ്യൽ മീഡിയ ക്യാമ്പയിനും അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരും ഒക്കെ തന്നെ രംഗത്തിറങ്ങി വലിയ തോതിലുള്ള ഒരു പ്രചരണം തന്നെയാണ് നടത്തിയത്. അതിപ്പോൾ ലക്ഷ്യം കണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതിലും 2 ദിവസം മുന്നേ തന്നെ റിയാദിൽ തടവിലുള്ള അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി സംസ്ഥാനത്തിനകത്തും പുറത്തും നടന്നിരിക്കുന്ന ഫണ്ട് സമാഹരണമെന്ന് പറയുന്നത് സമാനതകളില്ലാതെ അതിർത്തി ഉകർത്തികളൊക്കെ തന്നെ ഭേദിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു വലിയ സ്നേഹമായി തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രതീക്ഷിച്ചതിലും 2 ദിവസം മുൻപ് തന്നെ കണക്ക് കൂട്ടിയ 34 കോടി രൂപ സമാഹരിക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസം ബാക്കി നിൽക്കെ ഒടുവിൽ ലക്ഷ്യത്തിലെത്തി നിൽക്കുമ്പോൾ കേരളം തന്നെ ഉറക്കെ വിളിച്ചു പറയുകയാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന്. ഓരോ സെക്കൻഡിലും ലക്ഷങ്ങളായിരുന്നു റഹീമിൻ്റെ മോചനത്തിനു വേണ്ടി അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. 18 വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി സമാഹരിച്ച ഈ തുക ഇന്ത്യൻ എംബസി വഴി സൗദി കുടുംബത്തിന് നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ ഒരുമിച്ച് കൈകോർത്താണ് ഈ തുക കണ്ടെത്തിയത്. മലയാളികളെന്ന് മാത്രമല്ല, ഇന്ത്യക്കാരൊക്കെ തന്നെ ഒന്നിച്ച് ഒരുമയോടുകൂടി പ്രയത്നിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനായി സഹകരിച്ച ഈ തുക കൈമാറുന്നതോടുകൂടി 18 വർഷക്കാലത്തെ കാരാഗ്രഹവാസം ഒഴിവായി റഹീം നാട്ടിലേക്ക് തിരികെ എത്താനുള്ള ഒരു വഴി തുറന്നിരിക്കുകയാണ്. 2006 റഹീമിൻ്റെ 26-ാം വയസ്സിലായിരുന്നു തലയെഴുത്തു മാറിയ സൗദി ജയിലിലെ ഇരുട്ടറയിൽ അടയ്ക്കപ്പെട്ട ആ സംഭവമുണ്ടായത്. മനഃപൂർവ്വമല്ലാത്ത ഒരു കൈപ്പിഴവ് മൂലം സൗദി സ്വദേശിയായ 15-കാരനെന്ന് മരണപ്പെട്ടു. ആ കുലക്കുറ്റത്തിനാണ് റഹീമിനെ പിന്നീട് തടവിലാക്കിയത്. അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ആരംഭിച്ച ട്രസ്റ്റ് വഴിയായിരുന്നു പ്രധാന ധനസമാഹരണം നടത്തിയത്. ഗൂഗിൾ പേ നമ്പറുകളിലൂടെ സമാഹരിക്കുന്നതിനായി ഒരു പരിധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് അതുവഴി തന്നെ പ്ലേ സ്റ്റോർ വഴിയും ആപ്പിൾ സ്റ്റോർ വഴിയും ജനങ്ങൾക്ക് പണം അയക്കാനായി സാധിക്കുമായിരുന്നു. 31,93,46,568 രൂപയാണ് അങ്ങനെ ബാങ്കിലെത്തിയത്. കൂടാതെ 2.5 കോടി രൂപയോളം പണമായി വീട്ടിലെത്തിക്കുകയും ചെയ്തു. അതുപ്രകാരം പ്രതീക്ഷിച്ച പണം അനുസരിച്ച് 34,45,46,568 രൂപയാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. ബോബി ചെമ്മണ്ണൂർ നൽകിയ 1 കോടി കൂടി ചേർത്താണ് ഈ തുകയിലേക്ക് എത്തിയതായി ധനസഹായ സമിതി ഭാരവാഹികൾ പറയുന്നത്. ഫറോക്ക് കൊടാമ്പുഴ സ്വദേശിയായ അബ്ദുൾ റഹീം 18 വർഷമായി ഇങ്ങനെ കഠിന കാരാഗ്രഹവാസം അനുഭവിക്കുകയാണ്. 2006 26 വയസ്സുകാരനായ അബ്ദുൾ റഹീം അന്ന് സൗദിയിലെ ജയിലിൽ അടയ്ക്കുമ്പോൾ ഡ്രൈവർ വിസയിലായിരുന്നു അന്ന് സൗദിയിൽ അദ്ദേഹം എത്തിയത്. തലയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ മകനായ ഫായിസിനെ പരിചരിക്കുന്ന ജോലിയായിരുന്നു ആദ്യം കിട്ടിയത്. ഫായിസിന് ഭക്ഷണവും വെള്ളവും അടക്കം നൽകിയത് കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ഒരു പ്രത്യേക ട്യൂബ് വഴിയായിരുന്നു. എന്നാൽ കുട്ടിയെ ഇടയ്ക്ക് പുറത്തു കൊണ്ടുപോകേണ്ട ചുമതലയും റഹീമിനുള്ളതുകൊണ്ട് ഒരു ദിവസം 2006 ഡിസംബർ 24 കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ അബ്ദുൾ റഹീമിൻ്റെ കൈ അബദ്ധത്തിൽ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടിപ്പോവുകയായിരുന്നു. ഫായിസ് ബോധരഹിതനായി കാറിൽ വീണു. പിന്നീട് ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ മരണപ്പെട്ടു. സംഭവത്തെ തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിയാദിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അപ്പീൽ കോടതികളും വധശിക്ഷ ശരിവെക്കുകയാണ് ചെയ്തത്. ഇതിനിടയിൽ ഫായിസിന്റെ കുടുംബവുമായി പല തവണയാണ് ഉന്നതതലത്തിൽ ബന്ധപ്പെടാനായി ശ്രമിച്ചത്. പക്ഷേ മാപ്പ് നൽകാൻ ഇതുവരെയും അവർ തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് 34 കോടി രൂപ ദയാധനമെന്ന ഉപാധിയിൽ ഫായിസിന്റെ കുടുംബം സമ്മതം മൂളിയതും അത് സമാഹരിക്കാൻ മലയാളികളൊക്കെ തന്നെ കൈകോർത്തതും.